വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഇർഷാദ് ഖാൻ. അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അല്ലേ, പ്രത്യേകിച്ച് നമ്മൾ സെറ്റൊക്കെ പാസ്സായിട്ട് HSST കെമിസ്ട്രിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കെമിസ്ട്രി ഉദ്യോഗാർത്ഥികളെല്ലാവരും അറിഞ്ഞു കാണും. എന്താണ്, അവർക്ക് പുതിയൊരു അവസരം കൂടി PSC ഇതാ തുറന്നിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, എന്താണ്, നമ്മുടെ നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടീച്ചറുടെ NVST കെമിസ്ട്രിയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം നവംബർ മാസം 28 പ്രസിദ്ധീകരിക്കുമെന്ന് PSC ഇന്നലെ കൂടിയ മീറ്റിങ്ങിൽ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും എല്ലാം പ്രസ് റിലീസിൽ ഇറക്കിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ സാലറി, മെത്തേഡ്, കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി. ഈ പോസ്റ്റിൻ്റെ പേര് നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഇൻ കെമിസ്ട്രി ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതെന്താണ്, നമ്മുടെ HSST ജൂനിയറിൻ്റെ അതേ സ്റ്റാറ്റസ് തന്നെയാണ്. പക്ഷേ വ്യത്യാസമുണ്ട്. നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആ പോസ്റ്റ് കിടക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പഴയ കേസിൽ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ് പണ്ട്, അതായത് കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 2022 ഡിപ്പാർട്ട്മെൻറ്റ് കടന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ കുറേ പേര് HSCയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പെല്ലാം ലയിപ്പിച്ചു എന്നുള്ള കാര്യം നമ്മൾ ടീച്ചർമാർക്ക് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിങ് ജനറൽ എഡ്യൂക്കേഷനിലേക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ നോക്കിയാൽ മതി, 45,600 HSST ജൂനിയറിൻ്റെ അതേ സ്കെയിലാണ് വരുന്നത്. ഇനി ഇവിടെ കഴിഞ്ഞ 2022 ഉള്ള ഗസറ്റ്, 2022 12-ാം മാസമാണ് ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ HSST കെമിസ്ട്രിയുടേത് 2021 പക്ഷേ ഇതിൻ്റെ ഡേറ്റ് 2022. എന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, HSST കെമിസ്ട്രിയെക്കാട്ടിലും നേരത്തെ ഈ NVST വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് നമുക്ക് ഇതിന് മുമ്പിലുള്ളത്. ഇനിയിപ്പം റീസെൻ്റ് ആയിട്ട് ഈ സാലറിയിൽ കുറച്ചൊക്കെ വ്യത്യാസം വരും. പുതിയ പേ കമ്മീഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു 55,000 to 60,000 റുപ്പീസൊക്കെ ബേസിക് സാലറിയിലേക്ക് പോകും. ഇനി നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഇപ്പം എക്സാം നടന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 2440 ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് 161 പേരുടെ എന്താണ് റാങ്ക് ലിസ്റ്റാണ് ഇട്ടത്. ഇതിൻ്റെ അകത്ത് 69 പേരുടെ മെയിൻ ലിസ്റ്റാണ് PSC ഇട്ടത്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ്, ഓൺലൈനായിട്ടാണ് എക്സാമിനേഷൻ നടന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം 2500 താഴെയാണ് കാൻഡിഡേറ്റ്സ് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഓൺലൈനിലേക്ക് പോകും അന്നത്തെ കാലത്ത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 5000 വരെയൊക്കെ ഓൺലൈനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നോക്കുക, ഇവിടെ 12/10/2023 ഓൺലൈൻ എക്സാമിനേഷൻ നടന്നത്. 12/10/2023 നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 6 മാസം കഴിയുമ്പം ഏകദേശം 16/2/2024 ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട്. എന്നിട്ടും PSC എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും HSSTയുടെ കേസിലും ഇത് തന്നെയാണ്. HSSTയുടെ കേസിൽ എന്താണ്, 8-ാം മാസമാണ്, 29/8 നോർമൽ HSSTയുടെ വരുന്നത്. 29/8/24 നോർമൽ HSSTയുടെ വരുന്നത്. ഇത് NVSTയുടേത്. അപ്പം ഇതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും ഡിസംബറിൽ നമുക്ക് HSST കെമിസ്ട്രി പ്രതീക്ഷിക്കാം. ഇപ്പം എന്താണ്, NVST പ്രതീക്ഷിക്കാം. ഡിസംബർ അല്ലെങ്കിൽ എന്താണ്, മാർച്ചിനുള്ളിലായിട്ട് നമുക്ക് HSST കെമിസ്ട്രി ജൂനിയർ പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യം കൺഫേം ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഇനി ഇവിടെ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ ആയതുകൊണ്ട് ഒരു മാസത്തെ ഗ്യാപ്പിൽ ഷോർട്ട് ലിസ്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് 16/2/2024 എന്ത് വന്നു, റാങ്ക് ലിസ്റ്റും വന്നു. റാങ്ക് ലിസ്റ്റ് വന്ന് ഇനിയും എത്ര കാലാവധി ഉണ്ട്? ഇനി കാലാവധി നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 2025 1.5 വർഷം കൂടി കാലാവധിയുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുവരെ ഇവിടെ പോയേക്കുന്ന അഡ്വൈസ് 30 അഡ്വൈസ് ആണ്. 30 അഡ്വൈസ് ആണ് ഇവിടെ പോയേക്കുന്നത്. നമ്മൾ നോക്കേണ്ട കാര്യം
എന്താണ് 69 പേരുടെ മെയിൻ ലിസ്റ്റിൽ 30 അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് ഏകദേശം പകുതിയോളം പേർക്ക് ആ ഡ്യൂറേഷൻ പകുതി ആയപ്പോൾ തന്നെ അഡ്വൈസ് അയക്കാൻ വേണ്ടി PSCക്ക് സാധിച്ച ഒരു തസ്തികയാണ് നോൺ വൊക്കേഷണൽ കെമിസ്ട്രി ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് ഓർത്തോണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് വീണ്ടും പ്രതീക്ഷിക്കാം. ഇപ്പം ഇവിടെ വരുമ്പം എന്താണ് 2 അവസരങ്ങളാണ് വരുന്നത്. ഒരേ സിലബസിൽ തന്നെ 2 അവസരങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കെമിസ്ട്രിയും അതുപോലെ തന്നെ നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ കെമിസ്ട്രിയും വരുന്നുണ്ട്. അപ്പോൾ 2 വ്യത്യസ്ത പരീക്ഷ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരേ പരീക്ഷയായിരിക്കും PSC അവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. അതിൽ നിന്ന് 2 റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ചിലപ്പം ഇടാൻ വേണ്ടി പോകുന്നത്. 2010 HSST ഫിസിക്സിൻ്റെ കേസിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടത്തിയിട്ടും ഒറ്റ പരീക്ഷയിൽ 3 റാങ്ക് ലിസ്റ്റാണ് PSC 2 റാങ്ക് ലിസ്റ്റാണ് PSC അന്നിട്ടത്. സമാനമായ സാഹചര്യം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താണ് ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താണ് 2 റാങ്ക് ലിസ്റ്റിൽ ഒരു പരീക്ഷയാണ് നടത്തുന്നതെങ്കിൽ 2 റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഇടം നേടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ 30 എന്നൊക്കെ ചെറിയ നമ്പർ ആണെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ട് ചെറിയ നമ്പർ ആണല്ലോ. പക്ഷെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എത്രയാണ്? 69 പേരുടെ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അധ്യാപക തസ്തികയ്ക്ക് തയ്യാറെടുക്കുന്നവർ 1-2 ഒഴിവുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിരാശപ്പെടാൻ പാടില്ല. കാരണം എന്താണ്? നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു അൺപാരലൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കും. അത് കാരണം എന്താണ്? പരീക്ഷ കഴിയുമ്പോഴാണ് ബൾക്കായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ബൾക്കായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അഡ്വൈസും അതേ പാറ്റേണിലാണ്. 64 അഡ്വൈസ് ആണ് HSST കെമിസ്ട്രിക്ക് കഴിഞ്ഞ ദിവസം പോയത്. കഴിഞ്ഞ മാസം ഇന്നേക്ക് 1 മാസമാകുന്നു. ഒക്ടോബർ 9 പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും NVSTയിൽ കൂടുതൽ വേക്കൻസി വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അനുമാനിക്കുക തന്നെ ചെയ്യാം. അപ്പം ആ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുക്കുക. ഇതൊക്കെ നമ്മുടെ HSST കെമിസ്ട്രിയുടെ കാര്യങ്ങളാണ്. അന്ന് ഇവിടെ നമ്മുടെ NVST വരുന്നത് 2-ാം മാസമാണ്. 2-ാം മാസം 2024 വരുന്നത്. റാങ്ക് ലിസ്റ്റ് വരുന്നത് അഡ്വൈസ് പോകുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ്. മെയിൻ ലിസ്റ്റിൽ 69 പേരുണ്ട്. ഇവിടെ ഇപ്പോൾ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇവിടെ 30 അഡ്വൈസ് ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. വേക്കൻസികൾ വരും. ബൾക്കായിട്ട് തന്നെയാണ് വേക്കൻസീസ് ഓരോ തവണയും PSCയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അധ്യാപക തസ്തികയിൽ. അത് നമ്മുടെ ആരുടെയും നേട്ടമല്ല, മറിച്ച് ആ റാങ്ക് ലിസ്റ്റിലുള്ള അധ്യാപകരുടെ കൂട്ടായ്മ വിവരാവകാശം വെക്കുകയും വിവരാവകാശം വെച്ചിട്ട് നടപടിയില്ലെങ്കിൽ അവർ ട്രൈബ്യൂണലിൽ കൊണ്ട് കേസ് കൊടുക്കുകയും ആ ട്രൈബ്യൂണലിൽ നടപടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഹൈക്കോടതിയിൽ കേസ് അപ്പീൽ പോവുകയും ഒക്കെ ചെയ്ത് ഒരുപാട് ഘട്ടങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഓരോ വേക്കൻസിയും PSCയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം എന്ത് ചെയ്യുക? ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ എന്താണ് HSST കെമിസ്ട്രിയുടെയും അതുപോലെ തന്നെ നോൺ വൊക്കേഷണൽ കെമിസ്ട്രി ടീച്ചറുടെയും എല്ലാം കോഴ്സുകൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ കാണുന്ന ബോർഡ് നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്